നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമുക്ക് അതിലെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. There are 100 beads, black and white in a box. 10 more black than white. How many black and how many white beads? അപ്പം നമ്മുടെ കയ്യിൽ 100 beads ഉണ്ട്. അതിൽ ഏതെല്ലാം ഉണ്ട്? ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട് അല്ലേ? ഒരു ബോക്സിലാണ് 100 ബീഡ്സ് ഉള്ളത്. അതിൽ ബ്ലാക്ക് ബീഡ്സും ഉണ്ട്, വൈറ്റ് ബീഡ്സും ഉണ്ട്. വൈറ്റ് ബീഡ്സിനേക്കാളും 10 മോർ ബ്ലാക്ക് ആണ്. അതായത് വൈറ്റ് ബീഡ്സിനേക്കാളും 10 എണ്ണം കൂടുതലാണ് ബ്ലാക്ക് ബീഡ്സ്. അങ്ങനെയാണെങ്കിൽ എത്ര ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, എത്ര വൈറ്റ് ബീഡ്സ് ഉണ്ട് എന്നാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ അൺനോൺ വേരിയബിളായ എക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെയെന്ന് നോക്കാം. നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്, അതായത് നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്, വൈറ്റ് ബോൾസ് അല്ല വൈറ്റ് ബീഡ്സ് ആണ്. നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്തായിരിക്കും? എക്സ് പ്ലസ് 10 ആയിരിക്കും അല്ലേ? വൈറ്റിനേക്കാളും 10 കൂടുതലാണ് ബ്ലാക്ക് അല്ലേ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ രണ്ടിന്റെ സമ്മ് ടോട്ടൽ എത്രയാണ്? 100 ബീഡ്സ്. അപ്പം വൈറ്റ് ബീഡ്സും ബ്ലാക്ക് ബീഡ്സും കൂടിയത് മൊത്തത്തിൽ 100 ബീഡ്സ് ഉണ്ട് അല്ലേ? അതായത് എക്സ് പ്ലസ് 10 ഈക്വൽ ടു 100. നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. എക്സ് പ്ലസ് എക്സ് ഞാൻ 2x ആയിട്ട് എഴുതുന്നുണ്ട്. അപ്പൊ എക്സ് പ്ലസ് എക്സ് പ്ലസ് 10 ഈക്വൽ ടു 100 ആണ് അല്ലേ? അപ്പം 2x പ്ലസ് 10 ഈക്വൽ ടു 100 എന്ന് കിട്ടി അല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നുള്ളത് നോക്കിക്കോ. 2x ഈക്വൽ ടു 100, ഈ പ്ലസ് ഞാൻ ഈക്വലിന് അപ്പുറം കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത് -10 ആയിട്ട് മാറും. അപ്പം നമുക്ക് എന്ത് കിട്ടി? 2x ഈക്വൽ ടു 90 എന്ന് കിട്ടി. 2x ഈക്വൽ ടു 90 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 2, ദാറ്റ്സ് ഈക്വൽ ടു 45. എക്സിന്റെ വാല്യൂ നമുക്ക് 45 എന്ന് കിട്ടി. അപ്പൊ എക്സ് എന്തായിട്ടാണ് നമ്മൾ എടുത്തത്? നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ആണ് അല്ലെ? അപ്പൊ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എക്സ് ആയിട്ട് എടുത്തു അല്ലെ? അപ്പൊ നമുക്ക് വൈറ്റ് ബീഡ്സിന്റെ എണ്ണം എത്രയാന്ന് കിട്ടിയത്? എക്സ് എത്രയാണ്? 45. അപ്പം വൈറ്റ് ബീഡ്സ് ഈക്വൽ ടു 45 അല്ലേ? ഇനി ബ്ലാക്ക് ബീഡ്സ് എത്രയായിരിക്കും? ബ്ലാക്ക് ബീഡ്സ് ഈക്വൽ ടു 45 പ്ലസ് 10, ദാറ്റ്സ് ഈക്വൽ ടു 55. ശരിയാണല്ലോ? കാരണം വൈറ്റ് ബീഡ്സ് 45ഉം ബ്ലാക്ക് ബീഡ്സ് 55ഉം. അപ്പം രണ്ടും കൂടി ആഡ് ഓൺ ചെയ്താൽ എത്ര കിട്ടി? 100 കിട്ടി അല്ലേ? അപ്പം നമ്മൾ ഈ പ്രോബ്ലം ഇങ്ങനെയാണ് സോൾവ് ചെയ്തത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പേജ് നമ്പർ 10 ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? ഇവിടെ നമുക്ക് അൺനോൺ വേരിയബിളായ എക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? ബാഗിന്റെ പ്രൈസും സ്ലിപ്പേഴ്സിന്റെ പ്രൈസും കൂടിയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബാഗിന്റെ പ്രൈസും സ്ലിപ്പറിന്റെ പ്രൈസും കൂടിയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. കോസ്റ്റ് ഓഫ് സ്ലിപ്പേഴ്സ് ഞാൻ എന്തായിട്ട് എടുക്കുന്നുണ്ട്? എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ബാഗ് എന്തായിരിക്കും? എക്സ് പ്ലസ് 300. ശരിയല്ലേ? കോസ്റ്റ് ഓഫ് സ്ലിപ്പർ എക്സ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ബാഗ് എത്രയായിരിക്കും? എക്സ് പ്ലസ് 300 അല്ലെ? രണ്ടിന്റെയും കൂടി സം എത്രയാണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനില്? 1100 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 300 ഈക്വൽ ടു 1100. ക്ലിയർ അല്ലേ? എക്സ് പ്ലസ് എക്സ് 2x.
2x plus 300 equal to 1100. അങ്ങനെയാണെങ്കിൽ 2x എന്തായിരിക്കും? 1100 minus 300 അല്ലേ? Therefore x equal to 1100 minus 300 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 800 അല്ലേ? അപ്പം 2x ആണ് 800. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? 800 divided by 2 that's equal to 400 അല്ലേ? അപ്പം നമുക്ക് x എന്ത് കിട്ടി? 400 എന്ന് കിട്ടി അല്ലേ? അപ്പം സ്ലിപ്പേഴ്സിന്റെ വില അല്ലെ, സ്ലിപ്പേഴ്സിന്റെ പ്രൈസ് നമുക്ക് എത്ര കിട്ടി? 400 എന്ന് കിട്ടി. നമുക്ക് എഴുതാം കോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ്. കോസ്റ്റ് ഓഫ് എന്ന് എഴുതാം, പ്രൈസ് ഓഫ് എന്ന് എഴുതാം കേട്ടോ. പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് ഈക്വൽ ടു 400 അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് ബാഗ് എന്തായിരിക്കും? പ്രൈസ് ഓഫ് എ ബാഗ് ഈക്വൽ ടു 400 പ്ലസ് 300. 400 പ്ലസ് 300 എത്രയാണ് വരല്? 700. ഓക്കെ, അടുത്തതായി നമുക്ക് പേജ് നമ്പർ 10 തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെന്റിമീറ്റർ ആൻഡ് വൺ സൈഡ് ഈസ് 8 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ സൈഡ്. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്. അപ്പൊ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഏതിന്റെ? റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 40 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 സെന്റിമീറ്റർ കൂടുതലാണെന്നും കൂടി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഏതിന്റെ ലെങ്ത് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? പെരിമീറ്ററിന്റെ ലെങ്ത് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അൺനോൺ വേരിയബിൾ ആയ എക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് എന്ത് നോക്കാം? പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ അല്ലേ? അപ്പം പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ എന്താണ്? പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ അതായത് ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലെ? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 40 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താ ചെയ്യാം നമുക്ക്? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 40 ഡിവൈഡഡ് ബൈ 2. ഈക്വലിന് ഇപ്പുറമുള്ള 2നെ ഞാൻ ഈക്വലിന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ അത് എത്ര കിട്ടി? 20 ആയി മാറി അല്ലെ? അപ്പം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? 20 സെന്റിമീറ്റർ. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? 20 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ ഒരു സൈഡ് അല്ലെങ്കിൽ ലെങ്ത് ഞാൻ എന്തായിട്ട് എടുക്കുന്നുണ്ട്? ലെങ്ത് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് ഈക്വൽ ടു എക്സ് പ്ലസ് 8 ആയിരിക്കും. ഇവിടെ ലെങ്ത് ഏതാണെന്നോ ബ്രെഡ്ത്ത് ഏതാണെന്നോ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ആകെ പറയുന്നത് എന്താണ്? ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 സെന്റിമീറ്റർ ലോങ്ങർ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലെ? അപ്പം ഞാനൊരു സൈഡ്, അതായത് വേണമെങ്കിൽ വൺ സൈഡ് ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ ലെങ്ത് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാം. വൺ സൈഡ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ അതർ സൈഡ് ഈക്വൽ ടു എക്സ് പ്ലസ് 8. പെരിമീറ്റർ ഓഫ് ദി റെക്ടാംഗിൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ലെങ്ത് ബ്രെഡ്ത്ത് ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ട് നമ്മൾ എക്സ് പ്ലസ് 8 എന്ന് എഴുതിയത്. വൺ സൈഡ് ഈക്വൽ ടു എക്സ് ആൻഡ് അതർ സൈഡ് ഈക്വൽ ടു എക്സ് പ്ലസ് 8 എന്ന് എടുത്തിട്ടും നമുക്ക് ഈ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ലെങ്ത് ഈക്വൽ ടു എക്സ് ആൻഡ് ബ്രെഡ്ത്ത് ഈക്വൽ ടു എക്സ് പ്ലസ് 8. അപ്പം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 20 സെന്റിമീറ്റർ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം ലെങ്ത് എന്താണ്? എക്സ്. എക്സ് പ്ലസ് 8 ഈക്വൽ ടു 20. എക്സ് പ്ലസ് എക്സ് 2x. 2x പ്ലസ് 8 ഈക്വൽ ടു 20 അല്ലേ? Therefore 2x പ്ലസ് 8 ഈക്വൽ ടു 20. ഇപ്പൊ 2x ഈക്വൽ ടു 20 മൈനസ് 8. 2x ഈക്വൽ ടു 12. Therefore x equal to 12 divided by 2 equal to 6 സെന്റിമീറ്റർ അല്ലെ? നമുക്ക് x എന്ത് കിട്ടി? 6 സെന്റിമീറ്റർ. x എന്ന് പറയുന്നത് ഏതാണ്? ലെങ്ത്. അപ്പൊ നമ്മള് ലെങ്ത് എത്ര കിട്ടി? ലെങ്ത് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് BREADH ബ്രെഡ്ത്ത് ഈക്വൽ ടു 6 പ്ലസ് 8.
ദാറ്റ്സ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ. ലെങ്ത് ഈക്വൽ ടു 6 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് ഈക്വൽ ടു 14 സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ?